എന്താ പ്രശ്നം? സുരേഷ് ഗോപി എന്താന്ന് സുരേഷ് ഗോപി എന്താന്ന് സുരേഷ് ഗോപി ഇടപെട്ടിട്ടാണ് ആ വീടിന്റെ ജപ്തി നീക്കിയത്. അതല്ലേ പിന്നെ 5 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞത്. 5 ലക്ഷമല്ല, 4 ലക്ഷമാണ് അവര് ജപ്തി നോട്ടീസ് ഒട്ടിച്ചത്. 4 ലക്ഷത്തി ചില്ലറ. അതുവരെ ഞാൻ കണ്ട്. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്ന് അടയ്ക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞ 5 ലക്ഷത്തി ചില്ലറ ഉണ്ട്. ഏതാണ് ഈ ബാങ്ക്? മുത്തൂറ്റാ തോന്നുന്നുണ്ട്, അറിയില്ല. മുത്തൂറ്റാ? അപ്പൊ ഈ 5 ലക്ഷം ഉണ്ട്. ഇപ്പൊ 4 ലക്ഷം അടയ്ക്കാൻ ചെന്നപ്പോ 5 ലക്ഷം ഉണ്ട് എന്ന് പറയേ. അത് എന്ത് നാരത്തരാണ്ടോ? അപ്പൊ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അല്ലേ? സുരേഷ് ഗോപിക്ക് അറിയില്ലല്ലോ ഇത് എത്രയെന്ന്. 4 ലക്ഷം ആണെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടെങ്കിലും സുരേഷ് ഗോപി നാളെ ബാങ്ക് തുറന്നിട്ട് അടയ്ക്കാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇന്നെന്തായാലും അവർക്ക് വീട് തുറന്നു കൊടുക്കാൻ പറഞ്ഞ് അവരകത്ത് കയറ്റണം, ഭക്ഷണം മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ നേരം കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്താണ്ട് ഓൺലൈൻ വഴി പൈസ അടയ്ക്കാന്നാ എന്താ പറഞ്ഞ. അപ്പൊ ബാങ്കുകാരെ വിളിച്ചപ്പോ ബാങ്കുകാര് ഫോൺ എടുക്കണില്ല. അപ്പൊ പോലീസുകാര് ഇടപെട്ടിട്ട് എന്താ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ബാങ്ക് തുറന്നിട്ട് 5 ആണെങ്കിലും 4 ആണെങ്കിലും സുരേഷ് ഗോപി ഇനി അതിൽ കൂടുതലുണ്ടെങ്കിലും അടച്ചോളാന്ന് പറഞ്ഞു സുരേഷ് ഗോപി. അത് 4 ലക്ഷം ഉണ്ട് നോട്ടീസ് അടിച്ചിട്ട് പിന്നെ അതിന് ചോദ്യം വന്നുണ്ട്, എന്താണ് ഇത്ര അധികം പലിശ ഇതൊക്കെ വരാ. അപ്പൊ അതിനുള്ള ഇത് വെക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ ആരൊക്കെയാ അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നല്ലോ? അവിടെ CPM-ഉം കോൺഗ്രസും ഒക്കെ എത്തി. അവിടെ പാർട്ടി ഒന്നും നോക്കിയില്ല ആരും. വീട് തുറക്കാനുള്ള എല്ലാ നടപടിയും എടുത്തു. എന്നിട്ട് ഇപ്പൊ എന്താ ഗുണം ഉണ്ടായി? സുരേഷ് ഗോപി ഇടപെട്ടു. അത് 4 ലക്ഷത്തിന്റെ കാര്യത്തിനല്ലേ സുരേഷ് ഗോപി ഇടപെട്ടിരിക്കണത്? അല്ല, വീട് തുറന്നു കൊടുക്കാനുള്ള ഇതിന് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞപ്പോ അവരെ പുറത്തിറക്കിയിരുത്തിയല്ലോ. വല്ലാത്ത നാറികൾ തന്നെ ഈ ബാങ്കുകാർ എന്ന് പറഞ്ഞാൽ. ഇത് ബാങ്കാണ്? എന്താണ് ഈ മുത്തൂറ്റ് എന്ന് പറഞ്ഞ ഒരു മറ്റേ ചിട്ടി കമ്പനി അല്ലേ? അപ്പൊ ഈയൊക്കെ പിന്നെ എന്ത് വാർത്ത കേൾക്കാതിരിക്കാണ് സത്യം പറഞ്ഞാല്? അപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇടപെട്ടിട്ട് ഇവർക്ക് ഒരു വിലയില്ല. ഇവരുടെ തോന്നിയാസം. ഇത് കേരളത്തില് സാധാരണക്കാര് എങ്ങനെ ജീവിക്കും? അപ്പൊ സാധാരണക്കാർക്കല്ലോ പൈസ ഇല്ലാത്ത, അതുകൊണ്ടാണല്ല ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നത്. അത് ശരിയാണ്. അത്രയും പലിശ അവര് കൂട്ടിയെടുക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ടിട്ട് ഇവർക്ക് എത്ര അഹങ്കാരം ഈ നാട്ടില് ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കി. DYFI ഇടപെട്ട്. DYFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ പോഷക സംഘടനയാണ്. കോൺഗ്രസ് ഇടപെട്ട്, പ്രതിപക്ഷമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ എന്തായാലും BJP ഇടപെടുമല്ലോ. എന്നിട്ട് ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ടും ഈ നാറികൾക്ക് എത്രത്തോളം ധൈര്യമുണ്ട് ഈ 4 എന്ന് പറഞ്ഞിടത്ത് 5 എന്ന് പറയാനായിട്ട്? അപ്പൊ ഇവരെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കണത്? ഇവരെ നാട്ടിൽ നിന്ന് ഈ നാറികളെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കണ വേണ്ടേ? എന്റെ അഭിപ്രായം എന്താ? അതും ശരി തന്നെയാണ്. അതറിയില്ല. പക്ഷെ അത് അന്വേഷിക്കുമെന്ന് ഒരു സാധാരണക്കാരി എന്നുള്ള നിലയ്ക്ക് എനക്ക് ഉറപ്പുണ്ടാ സുരേഷ് ഗോപി പറഞ്ഞാൽ അത് അന്വേഷിക്കും എന്നുള്ളത്? സുരേഷ് ഗോപിനെ തെരഞ്ഞെടുത്തത് കേരളത്തിന് തൃശ്ശൂരിന് തെറ്റ് പറ്റിയ എന്താണ്? തെറ്റ് പറ്റിയെന്നൊക്കെ എല്ലാരും പറഞ്ഞു. പക്ഷെ ശരി തന്നെയാണ്, തെറ്റ് പറ്റിയിട്ടൊന്നുമില്ല. സുരേഷ് ഗോപിയാണ് ശരി തന്നെയാണ് ചെയ്തത്. ഇനിയും തൃശ്ശൂർക്കാര് സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. എന്റെ അഭിപ്രായം തൃശ്ശൂരുകാർക്ക് ഉണ്ടാന്നുള്ളത് അറിയില്ല. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെ, എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും സുരേഷ് ഗോപിനെ ഇനിയും തെരഞ്ഞെടുക്കട്ടെ. ഇതുപോലെയുള്ള നാറികളെ കെട്ടുകെട്ടിക്കാനായിട്ട് സുരേഷ് ഗോപി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഓരോ സംഘടനയും, അതിപ്പോ DYFI ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഇനി വിരലിലെണ്ണാവുന്ന വേറെ സംഘടനകളൊക്കെ ആവട്ടെ, അവരൊക്കെ മുന്നിട്ട് ഇറങ്ങട്ടെ. ഇമാതിരി ചെറ്റകളൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട. അതല്ലേ ഇപ്പൊ എന്റെ അഭിപ്രായം? എന്നാ അടിക്ക് ലൈക്ക്. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ലൈക്ക് അടിക്കടേ ലൈക്ക്.